35 മരണങ്ങൾ 304 അപകടങ്ങൾ. തൃശൂർ കാഞ്ഞാടി വാടാനപ്പള്ളി സംസ്ഥാന പാതയിലെ കഴിഞ്ഞ 6 വർഷത്തെ കണക്കാണിത്. വില്ലനാകുന്നത് റോഡിലെ വീതി കുറവും വളവുകളും. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇടപെട്ടിട്ടും വികസനം ഇപ്പോഴും പെരുവഴിയിൽ തന്നെയാണ്. സർക്കാരിന്റെ കണ്ണു തുറക്കാൻ ഇനിയും എത്ര ജീവനുകൾ പൊലിയേണ്ടി വരുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മൂന്ന് വയസ്സുകാരനായ മകനെ ആശുപത്രിയിൽ കാണിച്ചു മടങ്ങുകയായിരുന്ന കുടുംബമാണ് ഏറ്റവും അവസാനം അപകടത്തിൽപ്പെട്ടത്. ഓട്ടോയും ആംബുലൻസും കൂട്ടിയിടിച്ച അച്ഛനും മകനും അടക്കം 2 പേർ ആ അപകടത്തിൽ ജീവൻ വെടിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ തളിക്കുളം സ്വദേശി നീതുവും പിതാവ് കണ്ണനും ഇപ്പോഴും ചികിത്സയിലാണ്. റോഡിന് വീതിയില്ലാത്തതും വികസനം നടക്കാത്തതുമാണ് തിരക്കേറിയ റോഡിൽ അപകട പരമ്പരകൾക്ക് ഇടയാക്കുന്നത്. ഓരോ സർക്കാരുകൾ എത്തുമ്പോഴും വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതൊഴിച്ചാൽ പ്രവൃത്തികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പ്രധാന തടസ്സം സ്ഥലമേറ്റെടുപ്പ് തന്നെയായിരുന്നു. റോഡ് വികസനത്തിന് ഭൂമിയേറ്റെടുക്കുന്നതിന് ഫണ്ട് ലഭ്യമാക്കുവാനാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി മണലൂർ പഞ്ചായത്ത് മുൻ അംഗവുമായ ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിഷയത്തിൽ ഹൈക്കോടതി 1 വർഷം മുൻപ് വിശദീകരണം തേടിയെങ്കിലും അതിനുപോലും ഇതുവരെ സർക്കാർ മറുപടി നൽകിയിട്ടില്ല. തൃശൂർ മുതൽ ഈ വാടാനപ്പള്ളി വരെയുള്ള റോഡ് 17 മീറ്ററായിട്ട് വികസിപ്പിക്കാൻ ഇതുവരെ യാതൊരു നടപടിയെടുത്തിട്ടില്ല. കഴിഞ്ഞ 7 ബജറ്റിൽ വെറും 100 രൂപ വീതമാണ് എല്ലാ വർഷവും വെച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ആ ഹർജിയിൽ 1 വർഷമായി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 35 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഒരു മാസത്തിനുള്ളിൽ 4 പേർ അപകടത്തിൽ മരിച്ചു. 304 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വളവുകളും തിരിവുകളും ഉള്ള റോഡാണിത്. തൃശൂർ മുതൽ എറവ് വരെയുള്ള 9 കിലോമീറ്റർ ദൂരം 17 മീറ്റർ വീതിയിൽ വികസനത്തിന് വേണ്ടി ഭൂമി അക്വയർ ചെയ്യുന്നതിന് 51,94 ലക്ഷം രൂപ ബജറ്റിൽ ഉടൻ വിലയിരുത്തുമെന്ന് 2017 ജനുവരിയിൽ കൂടിയ യോഗത്തിൽ അന്നത്തെ മന്ത്രി VS സുനിൽകുമാർ ഉറപ്പു നൽകിയെങ്കിലും പദ്ധതിയുടെ 1ാം ഘട്ടം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. 2ാം ഘട്ടമായ എറവ് മുതൽ വാടാനപ്പള്ളി വരെയുള്ള ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 182 കോടിയും അനുവദിച്ചിട്ടില്ല. KeralaVision ന്യൂസ്, തൃശൂർ.